പുറത്താകുക പനീറോ പളനിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PC വിശ്വനാഥ്, താങ്കൾക്ക് വർഷങ്ങളായി തമിഴ്നാടിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണല്ലോ. ഈ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഇപ്പോൾ അയോഗ്യതയില്ലാത്ത 2 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഗവർണറോട് അനുമതി ചോദിച്ചിട്ടുണ്ട്. ഗവർണർ ആർക്കാണ് ആദ്യ അവസരം നൽകേണ്ടത് എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ, തമിഴ്നാട് രാഷ്ട്രീയം നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? ഗവർണർ ഒരു പ്രോസസ്സിൽ കൂടി ഒന്നുകിൽ MLA-മാരെ ഒറ്റയ്ക്ക് കാണുകയോ അല്ലെങ്കിൽ MLA-മാരുടെ കയ്യിൽ നിന്നും ആരെയാണ് അവർ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അഫിഡവിറ്റ് ഏതെങ്കിലും രൂപത്തിൽ വാങ്ങുകയോ ചെയ്തതിന് ശേഷം കൂടുതൽ ഭൂരിപക്ഷം, കൂടുതൽ MLA-മാർ ആർക്കൊപ്പമാണോ, കാരണം പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ AIDMK അവരുടെ നിയമസഭാ കക്ഷി നേതാവായി ശശികലയെ മാറ്റി പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ നേതാവിനാണോ MLA-മാരുടെ ഭൂരിപക്ഷം അതോ പനീർശെൽവത്തിനാണോ എന്നുള്ളത് ഗവർണർ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ കൂടി മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഭൂരിപക്ഷമുള്ളയാളെ ആദ്യമായി നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഇപ്പോൾ തന്നെ ശശികല ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 123 പേരുടെ പിന്തുണ കത്തുമായാണ് പോയിരിക്കുന്നത്. വലിയൊരു സംഖ്യയോളം MLA-മാർ എവിടെയുണ്ട് എന്ന് നമുക്കറിയാം, ഗവർണർക്കറിയാം. എന്ന് മാത്രമല്ല പരേഡിന് തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ക്യാമ്പിൻ്റെ ആത്മവിശ്വാസമാണ്, അത് ആ ക്യാമ്പിൻ്റെ ആധികാരികതയാണ്, അത് ആ ക്യാമ്പിൻ്റെ അവസരമാണ്, അവകാശമാണ് എന്ന നിലയിൽ അതിവേഗം നടപടിയെടുക്കുന്നതിൽ നിന്ന് ഗവർണറെ തടയുന്ന ഘടകം എന്താണ്? ഗവർണർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം ഇതിനകത്തെ ഇപ്പോൾ കോടതി വിധി വന്നതോടുകൂടി അഴിമതിക്കാരിയായ ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു നേതാവിന് അവസരം നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്സ്, ഞാനിതിനകത്ത് പറയുന്നതിൽ പക്ഷമൊന്നുമില്ല, ഞാനൊരു ഒബ്സർവർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് പനീർശെൽവത്തിന് പാർട്ടിക്കകത്തൊരു റിവോൾട്ട് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ചാൻസ് കിട്ടിയത് വിധി എതിരാകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാകാൻ ശശികല നടത്തിയ നീക്കത്തെ സമയം കൊടുക്കാതെ അവിടെ നിന്ന് മാറി നിന്ന ഗവർണറാണ്. അതിനുശേഷവും ഗവർണർ വഴി ചില തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു ബാക്ക്ഡോർ എൻട്രി, ഡയറക്റ്റ് ഇല്ലാത്ത ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. BJP ആണ്, ഞാൻ തുറന്നു പറഞ്ഞാൽ അവർക്ക് MLA-മാരില്ല. അപ്പോൾ ഈ സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗവർണർ അത്ര നിഷ്പക്ഷനായിട്ടാണ് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഒരാൾക്കും കരുതാൻ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ അതിവേഗം ഈ ആദ്യ കാര്യത്തിന് എല്ലാവരുടെയും എല്ലാ അതിഥികളുടെയും പ്രതികരണം തേടേണ്ടത് ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഗവർണർക്ക് ഇപ്പോൾ ഈ കാലതാമസവും തീരുമാനമെടുക്കാനുള്ള വിമുഖതയും എല്ലാം നീതീകരിക്കപ്പെട്ടിരുന്നത് ഇന്നുവരെയാണ്. ഇന്നിപ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുകയാണ് ആരാകരുത് എന്ന കാര്യത്തിൽ. ഇപ്പോൾ ആരാകണം എന്ന കാര്യത്തിൽ നിയമപരമായ മറ്റെന്തെങ്കിലും ഒരു തടസ്സം ഗവർണർക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ രാജ്ഭവൻ ഇനി ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? ഗവർണറിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ രീതികൾ പറഞ്ഞിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ചീഫ് മിനിസ്റ്ററിനെ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യണമെന്നും ഗവർണർക്ക് പവർ ഉണ്ടെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ പവർ എങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന് പറയാത്തടത്തോളം അത് സബ്സിക്വൻ്റ്ലി ജഡ്ജ്മെന്റ്സ് കൂടിയാണ്. പല പ്രീസിഡൻസ്, പല എനിക്ക് 2 കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരോട് നിയമപരമായി ചോദിക്കാനുള്ളത്. 2 കാര്യങ്ങൾ ഭരണഘടനാപരമായും നിയമപരമായും ഉള്ളത്. നമ്മളിങ്ങനെ അവ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കാര്യത്തിൽ ഒന്നും നമ്മുടെ മുന്നിലില്ല എന്ന മട്ടിൽ 2 കാര്യങ്ങളുണ്ട്. ഇത് പാർലമെന്ററി ജനാധിപത്യമാണല്ലോ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ നിൽക്കുന്നത്. അതിൽ തന്നെ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിക്കാണല്ലോ സ്വാഭാവികമായും പ്രാമാണികത. ആ കക്ഷി നേതാവ് തന്നെയാണ് ഇപ്പോൾ ചെല്ലുന്നത് മുഖ്യമന്ത്രിയാക്കി സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് തടസ്സം? ഇത്തരമൊരു സംവിധാനത്തിന് വിധേയപ്പെട്ട് നിർവഹിക്കാനുള്ള ഭരണഘടനാപരമായ ചുമതലയാണ് ഗവർണർ സ്ഥാനം 1. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന 98-ലെ സുപ്രീം കോടതി വിധിയുണ്ടല്ലോ, ബൊമ്മൈ കേസിലെ വിധിയുണ്ടല്ലോ. നാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പറഞ്ഞാൽ പോരാ, സുപ്രീം കോടതി വിധി എന്നത് നാട്ടിലെ അന്തിമമായ നിയമമാണെന്ന്. ആ നിയമം നമ്മുടെ മുന്നിലിരിക്കെ പിന്നെ എന്താണ് ഒരുപാട് ആലോചിച്ച് തലപുകയ്ക്കാൻ വിദ്യാസാഗർ റാവുവിന് ഉള്ളത്?
അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വേണു നമ്മളിപ്പോൾ പാർലമെൻ്ററി ഡെമോക്രസിയെക്കുറിച്ച് പറയുമ്പോൾ പോലും പനീർശെൽവം പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്തതൊന്നുമല്ല. പനീർശെൽവം ഒരു പാർട്ടിയുടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ലീഡർ തന്നെയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് മെജോറിറ്റി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തത് കറക്റ്റാണ്. ആ അപ്പോയിൻമെൻറ്റ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സബ്സിക്വൻ്റ്ലി പല ഇഷ്യൂസും ഉണ്ടായത്. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം രാജി കൊടുത്തു. ആ രാജി സ്വീകരിച്ചിട്ടില്ല. അതിന് പല വ്യാഖ്യാനങ്ങളും നമുക്ക് പറയാം. ആ ഒരു പറയുമ്പോൾ പോലും ഇന്ന് ശരിക്കും ഗവർണർ ചെയ്യേണ്ടിയിരുന്നത് SR ബൊമ്മയെ തന്നെ പറയണത്. SR ബൊമ്മയെ പറയുന്നത് ഫ്ലോർ ടെസ്റ്റിന് ആ പനീർശെൽവത്തിനും ഒരു ചാൻസ് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചാൻസ് കൊടുക്കുമ്പോഴത്തേക്കും പനീർശെൽവം വിൽ ഫെയിൽ. അത് പനീർശെൽവം ഫെയിൽ ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആൾ വരട്ടെ, നെക്സ്റ്റ് പുതിയ മെജോറിറ്റിയുള്ള പോപ്പുലർ ലീഡർ വരട്ടെ. ഇതിലെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ റീജിയണൽ പാർട്ടിയാണ്. ഈ പാർട്ടി പൊളിറ്റിക്സ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള പവർ, സെൻട്രൽ ഗവൺമെൻറ്റിന് സെൻട്രൽ ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ നോമിനി തന്നെയാണ് ഗവർണർ. അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷൻ പല സമയത്തും മറക്കും. അങ്ങനെ മറക്കുമ്പോഴാണ് ഈ 2-3 ആഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ മറന്നതാണ്. ഫോർച്ചുനേറ്റ്ലി ഫോർ ദി പീപ്പിൾ ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. ആ ജഡ്ജ്മെൻറ്റിൽ ചില ആൾക്കാർ പോവേണ്ട കറക്റ്റ് സ്ഥലം സുപ്രീം കോടതി, വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല, സുപ്രീം കോടതി കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഗവർണർ അത് ചെയ്യേണ്ടി വരില്ല. ഇനി ഗവർണർ അത് എന്താ പറയുക, ഛത്തീസ്ഗഡിലും ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും ഗവർണറുടെ ഇഷ്ടം അനുസരിച്ചിട്ട് പലർക്കും പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. അന്നും ഹൈക്കോടതിയും സുപ്രീം കോടതിയും തന്നെ അവരിരിക്കേണ്ട സ്ഥലങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ സുപ്രീം കോടതി ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. സുപ്രീം കോടതി അവരുടെ എന്താ പറയുക ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവന്നു. ഇനിയെങ്കിലും ഗവർണർ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞ വിധി അനുസരിച്ചിട്ട് ആക്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെ നിയമം എന്താ പറയുക അവരുടെ ഈ നമ്പർ ഗെയിംസിൽ ഹൗസ് ട്രേഡിംഗ് അവർക്ക് അനുകൂലമായിട്ട്, ഞാൻ പറയുന്നത് അവർക്കെന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്, ഞാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീനെ വേണുവിന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുവരെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിനെ ഫ്രീസ് ചെയ്യണതിൽ അർത്ഥമില്ല. ഞാൻ വളരെ പൊളൈറ്റായിട്ട് സബ്റ്റിലായിട്ടാണ് പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ മെസ്സേജ് എങ്കിലും ഗവർണർ പലരിൽ നിന്നും ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ശരി, ശ്രീമതി ആനി രാജ, ഗവർണർ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ആ ചുമതല നിർവഹിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഗവർണർ ആരുടെ നോമിനിയാണ് എന്നതും അതിൽ രാഷ്ട്രീയമുണ്ട് എന്നതും നമുക്കൊക്കെ അറിയുന്നതാണ്. പാർലമെൻ്ററി ജനാധിപത്യം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്, ഭരണഘടനാ ലംഘനത്തിന് വിധേയമായിട്ടുള്ളത്, നിയമലംഘനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് ഈ ഗവർണറുടെ പല ഘട്ടങ്ങളിലുള്ള അധികാര പ്രയോഗത്തിനാൽ തന്നെയുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാസാഗർ റാവു ഇപ്പോൾ വീണ്ടും പളനിസ്വാമി വേണോ പനീർശെൽവം വേണോ എന്ന നിലയിൽ ഒരാശയക്കുഴപ്പത്തിൽപ്പെട്ട് എന്ത് തീരുമാനമെടുക്കണമെന്ന് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കേണ്ട മണിക്കൂറുകളാണോ ഇത്? വേണു, ഇതുവരെ ഇന്നത്തെ വിധി വരുന്നതുവരെ ഗവർണർക്ക് പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട്, അതൊരു പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ, നമ്മളൊക്കെ ഇതുവരെയും പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താൽപര്യപ്രകാരമായിരുന്നെങ്കിൽ പോലും ഇതുവരെ ആരെയെങ്കിലും വിളിക്കുന്നതിനെ മാറ്റി നിർത്താനുള്ള ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 2 ഗ്രൂപ്പുകളും, പളനിസ്വാമിയുടെ ഗ്രൂപ്പും അതുപോലെ തന്നെ OPSൻ്റെ പനീർശെൽവത്തിൻ്റെ ഗ്രൂപ്പും ഗവർണറെ കണ്ട് അറിയിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഇന്നത്തെ പളനിസ്വാമി ഗ്രൂപ്പ് അവരുടെ MLA-മാരുടെ അടക്കം ലിസ്റ്റുമായാണ് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം ഏറ്റവും വലിയ കക്ഷിക്ക് ഉള്ളതിൻ്റെ കൂടുതൽ ഭൂരിപക്ഷം പളനിസ്വാമി ഗ്രൂപ്പിനായതുകൊണ്ട് കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ഗവർണർ സ്വാഭാവികമായും നാളെ തന്നെ ചെയ്യേണ്ട ഒരു പക്ഷേ ഇന്ന് രാത്രിയിൽ തന്നെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമോ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഉടനടി ചെയ്യേണ്ടത് ഇത്രയും അധികം MLA-മാരുടെ ലിസ്റ്റോടുകൂടി മന്ത്രിസഭയുണ്ടാക്കുന്നതിന് അവകാശം ഉന്നയിച്ച പളനിസ്വാമി ഗ്രൂപ്പിന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇനിയും വൈകിച്ചാൽ അത് BJPക്കും അറിയാം, അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സ്വാഭാവികമായും ഇന്ന് തമിഴ്നാട്ടിലുള്ള ഒരു അതൃപ്തി അത് വളരാൻ ഇടവരുത്തും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഗവർണറെ ഉപദേശിക്കും എത്രയും വേഗം ഈ കക്ഷിയെ പളനിസ്വാമിയുടെ ഗ്രൂപ്പിനെ വിളിക്കുന്നതിന് വേണ്ടി. അത് അസംബ്ലിയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് ആ സമയത്ത് തീർച്ചയായിട്ടും അത് OPSനുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തീർച്ചയായും പളനിസ്വാമിയെ വിളിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ അരുൺ റാം, താങ്കൾ ചെന്നൈയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ. ഏറ്റവും ഒടുവിൽ ഈ രാജ്ഭവനുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? വിദ്യാസാഗർ റാവു ആരെ ആദ്യം വിളിക്കുമെന്നാണ് കരുതേണ്ടത്?
നിയമപ്രകാരം പളനിസ്വാമിയെ വിളിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ഇനിയും ചില കളികൾ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രശ്നം ഞാൻ പറഞ്ഞത്, ഒന്ന് ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിചിത്രമായൊരു പരിസ്ഥിതിയാണല്ലോ. കാരണം ശശികല മധുസൂദനെ പുറത്താക്കിയിരിക്കുന്നു, മധുസൂദനൻ ശശികലയെ പുറത്താക്കിയിരിക്കുന്നു. ശശികല ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാർട്ടിയുടെ ഭരണഘടനയ്ക്കും ബൈലോയിനും എതിരാണെന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇലക്ഷൻ കമ്മീഷന് മുന്നിലും ഗവർണർക്ക് മുന്നിലുള്ള ഇത് ഗവർണർ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷേ ചില കല്ലുകടികൾ, ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം അത് കാണിച്ചുകൊണ്ട് അല്പം കൂടെ സമയം പിടിച്ചു പറ്റാൻ ചിലപ്പോൾ ഗവർണർ ശ്രമിച്ചേക്കും. പക്ഷേ അതൊരു ക്ലാരിറ്റി എമർജ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അത് വെച്ച് നീട്ടിയിട്ട് കാര്യമൊന്നുമില്ല. വളരെ പകൽ പോലെ വ്യക്തമാണ്, രണ്ട് ഗ്രൂപ്പുകളും അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി വെച്ച് താമസിപ്പിക്കാതെ നാളെ തന്നെ അത് നടത്തുക, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ തന്നെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാജ്ഭവൻ എന്ത് തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. നമുക്കെല്ലാം വ്യക്തമായി അറിയാവുന്നുള്ളത് BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ വിദ്യാസാഗർ റാവുവിന് വിദ്യാസാഗർ റാവുവിന് BJPക്ക് ഒ പനീർസെൽവത്തിനെ മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും താല്പര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ രണ്ട് കക്ഷികൾക്കും ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ഒരു സസ്പെൻഡഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോവുകയും അതിലൂടെ